റഹ്മത്തിന്റെ 10 അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആകപ്പാടെ റഹ്മത്ത് കിട്ടാൻ ചെയ്യാറുള്ളത് നിസ്കാരങ്ങൾക്ക് പിറകെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലും. പക്ഷെ പലപ്പോഴും അതൊരു കൂട്ടച്ചൊല്ലലും ഒരു ചടങ്ങുമായിട്ട് മാറി. അതൊക്കപ്പുറം കുറച്ചൊക്കെ ആവേശത്തിൽ, കുറച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് പടച്ചോനെ ഈ റഹ്മത്തിന്റെ 10 നീ നിന്റെ കാരുണ്യം വാരി കോരിക്കൊടുക്കുന്ന സമയാണല്ലോ. അല്ലാഹുമ്മ റഹംനി, അല്ലാഹ് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ, യാ അർഹമർ റഹീമീൻ എന്നുള്ളത് ഒരു ഉൾത്തേട്ടമായി ആവേശത്തോടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ ശ്രമിക്കണം. അതിങ്ങനെ ഒരു മരിച്ചൊക്കെ വീട്ടിൽ പോകുന്ന ഒരു ഫീലിംഗിൽ അങ്ങനെ നടക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഉഷാറാക്കി ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ തുടങ്ങുന്ന പ്രാരംഭം കുറിച്ച് ഒരു നല്ല റുട്ടീനാണ് നേരത്തെ എണീക്കും, അല്ലേ? ഒരു വിശ്വാസിയുടെ വലിയൊരു ഗുണാണല്ലോ 4, 4:30, 5 മണിക്കൊക്കെ എണീക്കുക, നേരത്തെ എണീക്കുക. അൽഹംദുലില്ലാഹ് മിക്കവരും അത്താഴം കഴിച്ച് തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കൂടെയൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ആ സമയത്തെ പ്രാർത്ഥന വലിയ ഇജാബത്തുള്ളതാണ്. അല്ലാഹു കബൂലാക്കട്ടെ. എന്നാൽ നേരത്തെ എണീക്കുന്ന നമ്മൾ ഈ റമദാനിൽ തുടരേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു കാരണവശാലും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങിപ്പോകരുത്. പലരും നേരത്തെ എണീക്കും, ചിലപ്പോ പള്ളിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇറങ്ങും, എന്നിട്ട് പോയിട്ട് കിടക്കും. എന്താ വിഷയം എന്നറിയോ? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടമാണ് അലിയാർ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അലി തങ്ങളുടെ ഒരു ഗൗരവമായ വാക്ക് അന്നൗമു, ഉറക്കം. ഖബല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പുള്ള ഉറക്കം. നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് തുലൂഇന്റെ സമയം? ആ സമയം എത്തുന്നതിന്റെ മുമ്പ് ഉറങ്ങിപ്പോയാൽ യുരിസുൽ ഫഖറ, അത് ദാരിദ്ര്യത്തെ കൊണ്ടുവരുമെന്ന് സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിക്കുന്നത്? സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിയാൽ ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് കളവ് പറയാത്ത വാക്കിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ. അതിന്റെ ചെവി എടുത്തു പറഞ്ഞത് മൂക്കിൽ മൂത്രമൊഴിക്കുന്നോ വായിൽ മൂത്രമൊഴിക്കുന്നൊന്നും പറയാതെ ചെവിയിൽ മൂത്രമൊഴിക്കും. ഉലമാ അത് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെവിയാണ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. ചെണ്ണക്ക് അടി, ആടയുടെ ചെവിക്കായാലും അടി തെറ്റുന്നതാണ്, ബാലൻസ് പോയി പോകും. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങിക്കഴിഞ്ഞാൽ ചെവിയിൽ മൂത്രമൊഴിക്കുന്നു പറഞ്ഞാൽ അന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടാകും, ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ടാകും, പക്ഷെ അതിന്റെ ബാലൻസ് തെറ്റിയിട്ടുണ്ടാകും. വ്യക്തമായി പറഞ്ഞാൽ അതിൽ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സയ്യിദത്ത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ പറയും, വല്ലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ച് പരവശയായി ഞാനൊക്കെ ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങിയാൽ എന്റെ വാപ്പ വരും. ആരാ വാപ്പ? ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹർറക്കനി, എന്നിങ്ങനെ ഇളക്കും പിരിച്ചിരിക്കി അവരുടെ കാലുകൊണ്ട്. ഉറങ്ങല്ല ഫാത്തിമ, ഇതല്ലാഹു റിസ്ക് വീതം വെക്കുന്ന സമയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ബാബ തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് പറയും, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹു നമുക്ക് തന്ന ഈ അഭിവൃദ്ധിയും ഐശ്വര്യവും അന്തസ്സും കാൽപ്പാണ്ട കാലം നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങിപ്പോകരുത്. നമ്മൾ അത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുക്കണം. എന്ത്
എന്ത് വന്നാൽ ഒന്ന് നടന്നോട്ടെ, ഒന്ന് ഇരുന്നോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ, എന്നാലും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാൻ പാടില്ല. ഇത് ഭയങ്കര പുണ്യമായ ഒരു സമയം. നോക്കൂ നിങ്ങൾ, ഹബീബിന്റെ പ്രാർത്ഥനയാണ്, മുസ്തജാബാണത്, തട്ടപ്പെടാത്ത പ്രാർത്ഥന, റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത പ്രാർത്ഥന. മുഹമ്മദ് മുസ്തഫ ഹബീബ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. പഠിച്ചോനെ, എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണം. റസൂലുള്ളാഹി എടുക്കുകയാണ്, എടുത്തു ദ്വാരക്കാണ്. രാത്രി നല്ല പറഞ്ഞത്, ഉച്ചക്ക് നല്ല പറഞ്ഞത്, പിന്നെയോ എടുത്തുദ്ധരിക്കുന്നു, പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണേ. എന്നിട്ട് ആ സമയത്ത് നമ്മൾ ഉറങ്ങിയാലോ? എന്തൊരു നഷ്ട കച്ചവടമാണത്. നോക്കൂ നിങ്ങൾ, ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു തവണ അല്ലാഹുവോട് ചോദിക്കാൻ, റബ്ബേ, നിന്നെ ധിക്കരിച്ച് നീ ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ വിമർശിക്കുന്ന ഫിർഔനിക്ക് നീ വാരിക്കോരി കൊടുക്കുകയാണല്ലോ, ഇതെന്തു കഥ? അല്ലാഹ് പറഞ്ഞു, ഫിർഔനിക്ക് ആഖിറ ലോകത്തിലൊന്നും കിട്ടാനില്ല, പക്ഷെ ദുനിയാവിൽ ഐഹികമായ ജീവിതത്തിൽ ഫിർഔനിക്ക് കിട്ടാൻ ഫിർഔനിന് 2 ക്വാളിറ്റിയുണ്ട്. അല്ലാഹുവിനെ ധിക്കരിച്ച ആൾക്ക് പോലും അല്ലാഹു അഭിവൃദ്ധി ദുനിയാവിൽ കൊടുക്കാനുള്ള ഒരു കാരണം, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി നേരത്തെ എണീറ്റ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാത്ത ശീലമുള്ള ആളാണ്. അല്ലാഹുവിന്റെ ഉത്തരാണ് ആരോട്? ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ബർക്കത്താണ്. നമ്മൾ അധ്വാനിക്കും, ഒരുപാട് കഷ്ടപ്പെടും, ബിസിനസ്സിന് വേണ്ടി രായിക്കും രാമാനും പണിയെടുക്കും, എന്നിട്ട് ഈ സമയത്ത് ഉറങ്ങുമ്പോ അതൊരു നഷ്ടക്കച്ചവടമാണ്, അതൊരു മിസ്ഫോർച്ചുനേറ്റ്, ഒരു ദൗർഭാഗ്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫിർഔനിന്റെ മറ്റൊരു ക്വാളിറ്റി കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഫിർഔനിനുണ്ടായിരുന്ന മറ്റൊന്ന്, ഭക്ഷണത്തെ ഒരിക്കലും നിസ്സാരമാക്കുക. ഭക്ഷണം റെസ്പെക്ട് ചെയ്തിരുന്നു. ഭക്ഷണം വറ്റിച്ച് കഴിച്ച് ഒരൽപ്പം പോലും വേസ്റ്റ് ആക്കാത്ത പ്രകൃതിയായിരുന്നു ഫിർഔൻ. ഫിർഔനിക്ക് അല്ലാഹു ദുനിയാവിൽ കൊടുക്കാനുള്ള ഒന്ന്, നേരത്തെ എണീറ്റ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങൂല. 2, ഭക്ഷണത്തെ നല്ലോണം ബഹുമാനിക്കുമായിരുന്നു. അതൊക്കെ വിശ്വാസികളാണ് ചെയ്യേണ്ടത്. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്രിമുൽ ഖുബ്സ, നിങ്ങൾ പത്തിരിയെ ബഹുമാനിക്കണം. فإن الله أنزل معه بركات السماء. ആ പത്തിരിയോടൊപ്പം അല്ലാഹു ലോകത്തെ ബർക്കത്തിറക്കിയിരിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയൊരു ഗുണപാഠമാണ് ഈ റമദാനിൽ. നമുക്കത് തുടങ്ങാം. നേരത്തെ എണീക്കുന്ന നമ്മൾ ഒരിക്കലും, ഇനി വളരെ തുച്ഛമായ സമയം, ആ സമയം ഉറങ്ങില്ല, സൂര്യൻ ഉദിച്ചിട്ടേ ഉറങ്ങുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോട് നമുക്ക് ബർക്കത്തുണ്ടാകാൻ ചോദിച്ച സമയമാണ്. ഒരു കാരണവശാലും ഉറങ്ങിക്കൊണ്ടതിനെ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമുക്ക് നമ്മുടെ പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ, റമദാനിൽ ബറക്കത്ത് ചെയ്യട്ടെ, ജീവിതമാകെ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ശുക്ർ ചെയ്യേണ്ട തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.